ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദോശമാവേ ബാക്കിയിരിപ്പുണ്ടോ വീട്ടിൽ? എന്നാലേ എടുത്തിട്ട് വായോ, നമ്മൾക്ക് ക്രിസ്പി ആയിട്ടുള്ള ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കി നോക്കാം. ദോശമാവിലേക്ക് വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. രാവിലേക്ക് ദോശ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന കുറച്ച് മാവ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയെടുക്കാമേ. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ദോശമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാളയും ക്യാരറ്റും പച്ചമുളകും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാമേ. ഞാനിപ്പോൾ ഇതിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കണില്ല. ആദ്യം തന്നെ സവാളയും ക്യാരറ്റും പച്ചമുളകും കറിവേപ്പിലയൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. പിന്നെ നമ്മൾക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടിയും മൈദയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അരിപ്പൊടി ഏകദേശം 1.5 സ്പൂണും മൈദ 2 സ്പൂണുമാണ് ചേർത്ത് കൊടുക്കണത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. ശേഷം നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റും സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ചേർത്ത് കൊടുത്താലും മതിയേ. ഞാനിവിടെ മല്ലിയില എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കണേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ ചേർക്കണമെന്നേ നിർബന്ധമൊന്നുമില്ല അരിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് കുറച്ച് തേങ്ങാ ചട്നി കൂടി അരച്ചെടുക്കാം. ചിരകിയെടുത്ത തേങ്ങ കുറച്ച് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പരിപ്പ് കടലയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം എരിവിനാവശ്യമുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 2 ചുവന്നുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. ചട്നി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഈ ഒരു ചട്നിയെ കുറച്ച് കടുക് താളിച്ച് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആവും കേട്ടോ. ഇനിയിപ്പോൾ ഒരു വെള്ളപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാമേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ദോശയുടെ ആ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പൂണ് കൊണ്ടേ കുറേശ്ശെ കോരി ഒഴിച്ചാൽ മതിയേ. അപ്പോൾ ആദ്യം നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തെ ഒട്ടി നിൽക്കുന്ന പോലെ തോന്നും. എന്നാലും ഒന്ന് ഇളക്കി കൊടുത്താൽ അത് വിട്ട് വരുന്നതാണ്. ഇനി തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ 4 മണി ചായയുടെ പലഹാരമായിട്ടോ ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. മിക്സ് വെളിച്ചെണ്ണയിൽ ഒഴിക്കുന്ന സമയത്ത് വല്ലാണ്ട് പരന്നു പോകുന്നു തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ. സ്കൂൾ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് വേണേലും ഈ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കാം. ഇനിയിപ്പോഴേ ബാക്കിയുള്ളതും കൂടി വറുത്ത് കോരിയെടുക്കാം. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? മഴക്കാലമൊക്കെ എങ്ങനെയുണ്ട്? ഇതിപ്പം വീഡിയോ എടുത്ത് വരുമ്പോഴേക്ക് സംഗതി ബാക്കി ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. മക്കളിതാ ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു പലഹാരം ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കണ്ട കേട്ടോ. ഇതിനൊരു പുതിയ പേര് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളൂ കേട്ടോ. പുറത്തിതാ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളിതാ നമ്മുടെ ദോശമാവുകൊണ്ട് ഉണ്ടാക്കിയ പലഹാരം കൂട്ടിയിട്ട് ചായ കുടിക്കാൻ പോവുകയാണേ. കഴിക്കുമ്പോഴേ ചട്നി കൂട്ടി തന്നെ കഴിക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.